ക്ലിയർ ആയില്ലേ, കണ്ടോ അതിന്റെ ആ ഒരു ഷേപ്പും. ഓക്കെ, ഓരോരോ പീസായിട്ട്. ഹലോ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഒരു കാര്യമാണ്. ആൻഡ് ഇന്ന് നമ്മൾ കാണിക്കുന്ന ഈ ഒരു സംഭവം, ഞാനിങ്ങനെ കുറേ കൈയൊക്കെ എടുത്താണല്ലേ സംസാരിക്കുന്നത്. എപ്പോഴും കൺട്രോൾ ചെയ്യാൻ നോക്കും, പക്ഷെ എന്നാലും എൻ്റെ കൈ ഞാനിങ്ങനെ സംസാരിക്കുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ പോകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ആ ഒരു സാധനവും നമ്മളിൽ വളരെ 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 കുറച്ച് പേര് മാത്രമേ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എന്താ പറയുക, വൈറലായിട്ടുള്ള സാധനമൊന്നുമല്ല, പക്ഷെ ക്യൂട്ട് ആൻഡ് നല്ല ഭംഗിയുള്ള ഒരു സാധനം കൂടെയാണ് കേട്ടോ. അപ്പോൾ വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു സ്ലൈസ് ഷീറ്റ് മാസ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യാൻ പോണത്. നമ്മൾ സാധാരണ ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്തിരിക്കൂലേ, ഇതങ്ങനെയല്ല കേട്ടോ സംഭവം. ആൻഡ് ദിസ് ഈസ് ഇമ്പോർട്ടഡ് ഫ്രം കൊറിയ. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം ഉണ്ടല്ല, ഇത് ഞാൻ കുറേ വെബ്സൈറ്റ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഒരിടത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നോക്കി ഇരുന്നൊരു സമയത്ത് നമ്മളുടെ ആമസോണിൽ പെട്ടെന്ന് ഇതിങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു. കൈയോടെ വാങ്ങി 773 അങ്ങനെ എന്തായിരുന്നു കേട്ടോ ഇതിന്റെ റേറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഈ ഒരു ഷീറ്റ് മാസ്ക്. ഇതുണ്ടല്ലോ, നമ്മൾക്ക് ഓരോ ഫ്രൂട്ട്സിന്റെ ഷേപ്പിലാണ് നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. സംഭവം ഇങ്ങനെയാണ് ഇട്ടുള്ളത്. ഇത് ഞാൻ ആദ്യം യൂസ് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ഈ സ്ക്രീനിന്റെ എവിടെയെങ്കിലൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കാരണം ഒരു പുതിയ സാധനം ട്രൈ ചെയ്ത് നോക്കണതുകൊണ്ടും ഇതിന്റെ എക്സ്പയറി ഈ വർഷം തീരുന്നത് കൊണ്ടും എനിക്ക് പേടി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് എൻ്റെ ഫേസിൽ ഒന്ന് പാച്ച് ടെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയാണ് ആ ഒരു സംഭവം ഉള്ളത്. ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും കാണിക്കാം. ഇത് വാട്ടർമെലന്റെ ഷീറ്റ് മാസ്ക് ആണ്. ഇങ്ങനെയാണ് ഉള്ളത്, കണ്ടോ. കറക്റ്റ് ആ ഒരു വാട്ടർമെലൻ ഷേപ്പിൽ വാട്ടർമെലന്റെ സീഡ്സ് ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. നമ്മൾക്ക് വാട്ടർമെലൻ അല്ലാതെ ഓരോ ഫ്രൂട്ട്സിന്റെ ഷേപ്പിൽ, ഇപ്പോൾ പൈനാപ്പിൾ, സ്ട്രോബെറി, പിന്നെ ഫ്ലവേഴ്സ്, റോസിന്റെ പെറ്റൽസ് ഒക്കെ ഇല്ലേ, റോസ് പെറ്റൽസ് ഒക്കെ പോലെ നമ്മൾക്ക് അവൈലബിൾ ആണ്. അപ്പോൾ സാധനം നമ്മൾക്ക് ഇങ്ങനെ പുറത്തെടുത്ത് നോക്കാട്ടോ. ഞാനിത് ജസ്റ്റ് ആ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് എടുത്ത് സ്മെൽ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഒരു ജാമിൻ്റെയൊക്കെ സ്മെല്ലില്ലേ, മിക്സഡ് ഫ്രൂട്ട് ജാമിൻ്റെയൊക്കെ സ്മെല്ലാണ് കേട്ടോ ഈ സംഭവത്തിന്. ഇങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് പാച്ച് ടെസ്റ്റ് എടുക്കുന്ന സമയത്തുണ്ടല്ലോ, ഇത് ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ നമ്മുടെ ഈ ഷീറ്റ് മാസ്കിൻ്റെ ഉള്ളിൽ ഉണ്ടാവുന്ന ലിക്വിഡ് ഇല്ലേ, അത് മാത്രം എടുത്തിട്ടാണ് ഞാൻ പാച്ച് ടെസ്റ്റ് എടുത്തത്. ഓക്കെ, അപ്പോൾ ഈ സംഭവം ഞാൻ പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഇപ്പോൾ 2-3 ദിവസം ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അലമ്പായിട്ടിരിക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ടല്ലോ, ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലാണ് കേട്ടോ ഇതിങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കണേ. 2 ഷീറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഷീറ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതൊന്ന് ജസ്റ്റ് എടുത്ത് കാണിക്കാം കേട്ടോ. അതാ ആ ഒരു നമ്മളുടെ വാട്ടർമെലന്റെ ഒരു പീസ് പോലെ തന്നെ വലുതായിട്ട് നമ്മൾ ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവണ ഒരു പീസ് പോലെ തന്നെയാണ് ഇട്ടുള്ളത്. ഇപ്പൊ ക്ലിയർ ആയില്ലേ, കണ്ടോ. അതിന്റെ ആ ഒരു ഷേപ്പും ആ ഗ്രീൻ കളറും നടുക്കുള്ള സീഡ്സും, നമ്മൾ വാട്ടർമെലൻ നന്നായിട്ട് മൂത്ത് പഴുത്ത് കഴിയുമ്പോഴേക്കും നടുക്ക് വരുന്ന ആ ഒരു ഡിവിഷനൊക്കെ ഇല്ലേ, അതൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സോ ഇതിൽ കൊടുത്തിട്ടുള്ളത് നമ്മൾ നന്നായിട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് വേറെ ഒന്നും അപ്ലൈ ചെയ്യാതെ ഇത് നമ്മുടെ ഫേസിലേക്ക് വെച്ച് കൊടുക്കണം എന്നാണ്. അങ്ങനെ ഫേസ് ഫുള്ളായിട്ട് കവർ ചെയ്യണം എന്നാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് അല്ല, ഞാൻ കട്ട് ചെയ്തത് കൊണ്ട് ഫ്രിഡ്ജിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ ഓപ്പൺ ചെയ്ത് അപ്പം തന്നെ യൂസ് ചെയ്ത് തീർക്കണം എന്നുള്ളതാണ്. ഫേസിൽ എല്ലാ സ്ഥലത്തേക്കും ആവില്ലല്ലോ, ചില സ്ഥലത്ത് മാത്രമല്ലേ ഷീറ്റ് ഉണ്ടാവുള്ളൂ. ബാക്കി ഇങ്ങനെ ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് അപ്ലൈ ചെയ്യും, വേറെ ഒന്നും നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് പല ഷേപ്പിലുണ്ട് കേട്ടോ, എല്ലാം ഒരേ ഷേപ്പ് അല്ല. കുറച്ചിങ്ങനെ ഞാൻ കുറച്ചും കൂടി നീളമുള്ളത് എടുത്ത് കാണിച്ചു തരാം. നമ്മളിപ്പോൾ ഒരു കുമ്മട്ടി എന്ന് പറയും, പിന്നെ തണ്ണിമത്തൻ, ബത്തക്കായ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ നമ്മൾ അതൊരെണ്ണം കട്ട് ചെയ്താലും എല്ലാം ഒരേ ഷേപ്പിൽ തന്നെ ആയിരിക്കില്ലല്ലോ, പല ഷേപ്പിലായിരിക്കില്ല. അതുപോലെ തന്നെയാണ് ഉള്ളത് കേട്ടോ. പല ഷേപ്പിൽ നമ്മൾക്കിത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ തന്നെ കുക്കുംബറിൻ്റെ ഉണ്ട്. കുക്കുംബറിൻ്റെ ഒക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. സ്ട്രോബെറി, എനിക്ക് സ്ട്രോബെറി വാങ്ങിക്കണം എന്നായിരുന്നു. സ്ട്രോബെറിയുടെ ആ ഒരു പീസ് മീൻസ് അങ്ങനെ ആ ഒരു ഷീറ്റ് മാസ്ക് വാങ്ങിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. പക്ഷേ ഈ ഒരു ഇത് മാത്രമേ ഉള്ളൂ, വാട്ടർമെലൻ്റെ മാത്രമാണ് ആമസോണിൽ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയത്. വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് 2 എണ്ണം ട്രൈ ചെയ്ത് നോക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അയ്യോ, മജി എന്നെ നോക്കിയിരുന്ന് ചിരിക്കണം ഇവിടെ. അപ്പോൾ ഈ ഷീറ്റിലുണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഉണ്ടായിട്ടുള്ള എല്ലാ പീസും ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഷീറ്റ് ബാക്കി ഇതാ ഇങ്ങനെയാണ് കേട്ടുള്ളത്. ഒരു നോർമൽ നമ്മുടെ ഷീറ്റ് മാസ്ക് പോലെയുള്ള സംഭവം വന്നിട്ട് അതിലിങ്ങനെ പ്രിന്റ് ചെയ്തിട്ട് ഓരോ പീസും വെച്ച് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതിൻ്റെ ബാലൻസ് ആണ് ഇതുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കുറച്ച് ലിക്വിഡൊക്കെ ഉണ്ട്. ഫേസിലേക്ക് അതും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമ്മളൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കണം എന്നാണ് ഇൻസ്ട്രക്ഷൻസിൽ കൊടുത്തിട്ടുള്ളത്. സോ ഞാനിതൊന്ന് 20 മിനിറ്റ് വെച്ചിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം കേട്ടോ.
എന്ത്? ഞാനോ? ഞാൻ പാച്ച് ടെസ്റ്റ് എടുത്ത കാര്യം അന്ന് ഞാനിത് പിടിച്ചോണ്ടിരിക്കണ കൊച്ചു കണ്ടല്ലേ കഴിഞ്ഞ ദിവസം, കുറച്ച് ദിവസം മുൻപ്. അതാണ് പാച്ച് ടെസ്റ്റ് എടുത്തപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്റെ മൂക്കിലെതിരെ വെക്കണ കണ്ടിട്ട് ഏതോ ഒരു പരുന്തിന്റെയാ ഏതോ ഒരു പക്ഷിയുടെ ഫേസ് തോന്നണില്ലേ? ഏത് പക്ഷിയുടെയാ മരിയ? കറുപ്പ് കാക്ക. കറുപ്പ് കാക്ക. ആ കാക്കയുടെ മൂക്ക് പോലെ ഉണ്ടല്ലേ. മരിയ ഇങ്ങോട്ട് വന്നേ, ഞാൻ ഇവരെ കാണിച്ചു കൊടുക്കട്ടെ മരിയനെ. പെട്ടെന്ന് വാ. വേണ്ടേ? വാ വാ. അയ്യോ നമ്മുടെ ഈ സംഭവം അടർന്നു പോയി. ഇത് എവിടെന്നാ പോകുന്നത്? അങ്ങോട്ട് നോക്കൂ കുഞ്ഞ. ഇതാണ് നമ്മുടെ മരിയ. അയ്യോ, ഇവളാണ് എന്നോട് ഇത്ര നേരം സംസാരിച്ചോണ്ടിരുന്നത്. ഇതാണ് മരിയ, എന്റെ ഏറ്റവും കുഞ്ഞ് അനിയത്തി, ഏറ്റവും കുഞ്ഞ് കസിൻ. ഇതിൽ ചെറുത് ഇവിടെ വേറെ ഇല്ല, ഇതാണ് ഏറ്റവും ചെറുത്. ഒരു ഹൈ കൂടി കൊടുത്തു. ഇവിടെ നോക്ക്, ഇവിടെ താഴെ നിൽക്കുന്നു. ഓക്കെ, അവിടെ പോയിരുന്നു കേട്ടോ. കൊറിയൻ ലോകത്തോ? ഇതിലും ചെറുതല്ലേ? അപ്പൊ അവിടെ നിന്നായിരിക്കും ഇത്. ഇത് വലുതാണോ? ഇതിലും ചെറുതുണ്ടോ? കൊച്ചു കൊറിയക്കാരുടെ വീഡിയോ ഒക്കെ ഇരുന്ന് കാണാറുണ്ട്. ഇതൊക്കെ ഇനി നാളെ ക്ലാസ്സിൽ പോയിട്ട് പറയൂ. ഗുഡ് ഗൈ. നമ്മൾ ഏത് ഷീറ്റ് മാസ്ക് യൂസ് ചെയ്താലും നമ്മൾക്ക് ഓരോ ബെനിഫിറ്റ് കിട്ടുമല്ലോ. ഇപ്പോൾ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട്, സ്കിൻ നല്ല ഗ്ലോയിങ് ആക്കി വെക്കാൻ, അങ്ങനെ റിങ്കിൾസ് മാറാൻ, പിഗ്മെന്റേഷൻ മാറാൻ, അങ്ങനെ ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് ഏത് ഫ്രൂട്ടിൻ്റെ ആ ഒരു മാസ്ക് ആണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന റിസൾട്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് റിമൂവ് ചെയ്യാൻ പോകട്ടോ. ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് മീൻസ് ഞാൻ വെച്ചിട്ടൊരു 20 മിനിറ്റ് ആയി. പിന്നെ ഇതൊന്ന് ഡ്രൈ ആയി വരണമുണ്ട്. അപ്പം ഞാനിതൊന്ന് എടുത്ത് മാറ്റാണ്. കയ്യിലേക്കെല്ലാം പെറുക്കി എടുക്കട്ടെ. ഇതിന് ഞാൻ മരിയക്ക് കൊടുക്കണമെന്ന് കളിക്കാൻ വേണ്ടിട്ട് ആലോചിക്കട്ടെ. അങ്ങനെ കളിക്കാൻ പാടില്ല, ഞാൻ യൂസ് ചെയ്തതല്ലേ. അയ്യ, അങ്ങനെ കഴുകിയെടുത്തൊന്നും യൂസ് ചെയ്യാൻ പാടില്ല, കളിക്കാൻ പാടില്ല. ഒരാൾ ഉപയോഗിച്ചതല്ലേ, അപ്പൊ ഇതിന് വേസ്റ്റ് ഇതിന് കളയണം. ഇതിലിപ്പോ എന്റെ സ്കിന്നിൽ അണുക്കളൊക്കെ ഉണ്ടാവും. തൊട്ട് നോക്കിയാ മതിയോ? തൊട്ട് നോക്കാൻ തരാം. നോക്കി ഓരോരോ പീസായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ കുറച്ച് ലിക്വിഡ് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫേസിലേക്ക് റബ്ബ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്. നമ്മുടെ യൂട്യൂബിന്റെ നോട്ടിഫിക്കേഷന്റെ കാര്യമാണ് കേട്ടോ. കുറെ പേർക്ക് കിട്ടണില്ല. ഇപ്പം നമ്മൾ കുറെ നാൾ വീഡിയോസ് കാണാണ്ടിരുന്നാലും നമ്മൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടില്ല. അല്ലാന്നാണെങ്കിൽ നമ്മൾ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴേക്കും അടുത്തൊരു ബെല്ലൈക്കൻ ഉണ്ടാവില്ലേ, ആ ബെല്ലൈക്കൻ്റെ അരികിൽ വേറൊരു കുഞ്ഞ് സാധനം വന്നിട്ടുണ്ട് ഇപ്പോൾ എന്നാണ് എൻ്റെ ഒരു നിഗമനം, ഒരു വി ഷേപ്പിൽ. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ 3 ഓപ്ഷൻ വരും. ഓൾ പേഴ്സണലൈസ്ഡ്, കസ്റ്റമൈസ്ഡോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ആണെങ്കിൽ മാത്രമാണ് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അതായത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു ചാനലിലെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടുള്ളൂ. ഇല്ലയെന്നാണെങ്കിൽ ഇതൊന്ന് പറഞ്ഞോട്ടെ, ഇല്ലെന്നാണെങ്കിൽ ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ ഏത് കാറ്റഗറിയിലെ വീഡിയോ ആണ് കാണണേ, അല്ലെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ സെർച്ച് ഹിസ്റ്ററി, വാച്ച് ഹിസ്റ്ററി ഒക്കെ നോക്കിയിട്ട് നമ്മളുടെ ചാനലിൽ അങ്ങനെ അത് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോൾ യൂട്യൂബിന് മനസ്സിലാവും നിങ്ങൾക്ക് ഈ വീഡിയോ ആണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ മാത്രം നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് തരുള്ളൂ. നമ്മൾ എന്തായാലും പൈസ കൊടുത്ത് റീചാർജ് ഒക്കെ ചെയ്യണമല്ലേ, നമ്മൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എല്ലാത്തിൻ്റെയും വേണം എന്നാണെങ്കിൽ ജസ്റ്റ് ആ 3 സംഭവം ആ ബെല്ലൈക്കൻ്റെ അരികിൽ പോയിട്ട് ഓൾ എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത് എന്നൊന്ന് ഉറപ്പാക്കിയേക്കാട്ടോ. ഓക്കെ, അതാണ് പറയാനുണ്ടായ കാര്യം കുറച്ച് ഇമ്പോർട്ടൻസ് അതിന് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നിതിങ്ങനെ, സാധാരണ നമ്മൾ എന്തെങ്കിലും ഷീറ്റ് മാസ്ക് യൂസ് ചെയ്യണ പോലെ അല്ല ഒരു ഫീല്, വേറൊരു കുറച്ചും കൂടെ തിക്കായിട്ടുള്ള
ഒരു സിറം ടൈപ്പാണ്, ഒരു കുറച്ചും കൂടെ ഒരു തിക്നെസ് തോന്നുന്നുണ്ട് കേട്ടോ ഈ ഒരു സംഭവത്തിൽ. നമ്മളിതിങ്ങനെ വാഷ് ചെയ്യാതെ കുറേ നേരം വെച്ചാലാണ് ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണ് എന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റുള്ളൂ. എന്നാലും ഞാൻ അത്രയും നേരം വെക്കണില്ല, ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് എന്താണ് സ്കിന്നിൽ തോന്നുന്നത് എന്നുള്ളത് പറയാം. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. എനിക്ക് ശരിക്കും എന്തൊക്കെയോ ഡിഫറൻസ് തോന്നുന്നുണ്ട് കേട്ടോ. സ്കിൻ നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടുണ്ട്, മുൻപുള്ളതുപോലെ അല്ല, നല്ലൊരു ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ഫീൽ കിട്ടിയിട്ടുണ്ട്. നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ടച്ച് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഓയിലിയോ അങ്ങനെ ഒന്നുമല്ല, സംഭവം കൊള്ളാം കേട്ടോ മാസ്ക്. പക്ഷേ ഈ 200 രൂപയ്ക്കൊക്കെ നമ്മൾക്ക് വാങ്ങി മാസ്ക്, അതും ഒരൊറ്റ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ 700 രൂപ കൊടുത്ത് എപ്പോഴും വാങ്ങാന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. സ്റ്റിൽ സംഭവം കൊള്ളാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കാം കേട്ടോ. പിന്നെ നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.